എല്ലാവർക്കും ഡേ 5 പൂജയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ദിവസമാണ്. എല്ലാവർക്കും പൊങ്കൽ ദിവസം ആശംസിക്കുന്നു. അതുപോലെ തന്നെ മകരസംക്രാന്തിയാണ് അല്ലേ. എല്ലാം കൊണ്ടും നല്ലൊരു ദിവസമാണ്. ഇന്ന് 1-ാം തീയതിയാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ലോകാത്ഭുത മന്ത്രമാണ്. വളരെ എന്താ പറയുക, നമുക്ക് വാരാഹിയമ്മയുടെ അനുഗ്രഹം ലഭിക്കാൻ ഏറ്റവും നല്ല ഒരു അവസരമാണ് ഞാനിന്ന് നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾ പ്രോപ്പറായിട്ട് ജപിക്കുക എന്നുള്ളതാണ്. എപ്പോഴും പറയുന്ന കാര്യമാണ്. വിശ്വാസം എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത്. നമ്മുടെ ഈ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നമ്മൾ നേരിടും അല്ലേ, നമ്മൾ നേരിടാറുണ്ട്. അതായത് പല രീതിയിലാണ് ഓരോ ആളുകളും പല രീതിയിലുള്ള പ്രതിസന്ധികളിലാണ് ഉള്ളത്. ചിലർക്കാണെങ്കിൽ ഒരുപാട് കാശുണ്ട്, എന്നാൽ അതെങ്ങനെ കയ്യിലിരിക്കില്ല. അതങ്ങനെ പല രീതിയിലായിരിക്കും ചില ആൾ പോവുക. ചിലർക്കാണെങ്കിൽ ഒരു എന്താ പറയുക, സമ്പത്ത് ഒത്തിരി ഉണ്ടെങ്കിലും അവർക്കൊരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവില്ല ലൈഫിൽ. പല കാരണങ്ങളാലും തെറ്റിപ്പിരിയുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അപ്പോൾ രോഗം, അങ്ങനെ പല രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന, പിന്നെ പിന്നെ ആണെങ്കിൽ ഒരുപാട് പണം എന്താ പറയുക, കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടായിക, പലരും ചതിക്കുക, അങ്ങനെ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് പല ആളുകളും. അപ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം ശരിക്കും നമ്മളെ സൃഷ്ടിച്ച സമയത്ത് തന്നെ നമ്മളിതെല്ലാം അനുഭവിക്കണം എന്നുള്ള ഒരു പ്രതിസന്ധി മാത്രം അനുഭവിക്കണം എന്നല്ല, സുഖവും സന്തോഷവും ദുഃഖവും എല്ലാം അനുഭവിക്കണം എന്നുള്ളത് നമുക്ക് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അത് ശരിക്കും തരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലേ. അപ്പോൾ ഈ ഒരു സമയവും കടന്നു പോകും എന്ന് കരുതി നമ്മൾ ഡെസ്പായി എൻ്റെ ജീവിതം അവസാനിപ്പിച്ചേക്കാം, ഇനി എന്തിനാ, അങ്ങനെയുള്ള ചിന്തകളൊന്നും ഒരാളും ചിന്തിക്കാൻ പോലും പാടില്ല. പലരും ചില കമൻറ്റുകളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, സൂയിസൈഡിൻ്റെ വക്കിലെത്തിയവർ വരും. അവരുടെ സാഹചര്യം അങ്ങനെ ആയിരിക്കാം, പക്ഷേ അവർ മറന്നു പോകുന്ന ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അവർക്ക് ചുറ്റും അവരെ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് ശരിക്കും ഇവരിൽ നിന്നും ഒരു എനർജി, അല്ലെങ്കിൽ ഇവരിൽ നിന്നുള്ള ഒരു ശക്തി, ആ ഒരു രീതിയിലായിരിക്കും അവർ ജീവിക്കുന്നത്. അപ്പം ഇവർ ഇങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളവരല്ലേ അനുഭവിക്കുക അല്ലേ. അപ്പോൾ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. എപ്പോഴും പോസിറ്റീവായിരിക്കുക. നമുക്ക് എന്ത് പ്രതിസന്ധി വന്നിട്ടുണ്ടെങ്കിലും നമ്മളതിനെ തരണം ചെയ്യാനായിട്ട് നമുക്ക് ആകെ ഒരു മാർഗം എന്ന് പറയുന്നത് ദൈവത്തെ ഭജിക്കുക എന്നുള്ളതാണ്. ദൈവം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയെല്ലാം. നമ്മളെ സൃഷ്ടിച്ച ദൈവമാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അനുഭവിക്കുന്നതിലൂടെ നമ്മൾ ദൈവത്തെ നമ്മളെ മുറുകെ പിടിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഉറപ്പായിട്ടും നമ്മൾ എന്തെങ്കിലുമായിട്ട് നമ്മൾ രക്ഷപ്പെടുത്തുന്നേ. അങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്താൻ പറ്റുമോ ദൈവത്തിന്? ഒരിക്കലുമില്ല. ഈ സമയവും കടന്നു പോകും. അപ്പോൾ സർവ്വ ദുഃഖങ്ങളും അകറ്റി നല്ലൊരു ജീവിതം ലഭിക്കുവാനും, അല്ലെങ്കിൽ നല്ലൊരു ജീവിത പങ്കാളിയെ ലഭിക്കുവാനുമായിട്ടുള്ള തൊഴിൽ രഹിതരായിട്ടുള്ള പല ആളുകളുണ്ട്. ഇൻ്റർവ്യൂവിനൊക്കെ ആയിരിക്കും മിക്കവാറും ഫെയിലാവുക, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എത്ര പരീക്ഷ എഴുതിയാലും ചിലപ്പോൾ കിട്ടില്ല. ബോർഡർ ലൈനിൽ വന്ന് അങ്ങനെ പോകുന്നു, മാർക്സ് പോകുന്നു, കിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ത്രമാണ്. അപ്പോൾ രോഗം വന്ന് ഭയങ്കരമായ ദുരിതത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രോഗശമനം, അപ്പോൾ അതിനൊക്കെ ഏറ്റവും ഉത്തമമായ മന്ത്രമാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്ന കാര്യം, സൂയിസൈഡ് ഒരിക്കലും ഒരു നല്ലതല്ല. അങ്ങനെ ഒരു ചിന്താഗതി ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ പോലും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക. ഒരു കാരണവശാലും അതിൽ നിന്ന് അവരെ ആ ഒരു ഇതിലേക്ക് നയിക്കാനായിട്ടുള്ള അവസരം നമ്മളായിട്ട് ചെയ്യില്ല. പക്ഷേ എങ്കിൽ പോലും അവർക്ക് അങ്ങനെയുള്ളത് നിങ്ങൾ ഓപ്പണായി പറഞ്ഞാൽ പോലും അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക. എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ട് അല്ലേ. ഈ വലിയ വലിയ ആളുകൾ എത്രയോ പേര്, അവരൊക്കെ ശരിക്കും ഒരുപാട് കഷ്ടപ്പെട്ടും നന്നായവരും ഉണ്ട് അല്ലേ. ജന്മനാ സമ്പന്നരായിട്ടുള്ളവരും ഉണ്ടാവാം, പക്ഷേ എന്നാൽ ഒരുപാട് കഷ്ടപ്പാടിലൂടെ നന്നായവരും ഉണ്ട്. അപ്പോൾ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് നല്ലൊരു ജീവിതം ലഭിക്കട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയട്ടെ. പ്രതിസന്ധികൾ ഉണ്ടായാലും അത് നമുക്ക് തരണം ചെയ്യാനുള്ള ശക്തി ദൈവം തരട്ടെ. അപ്പം അതാണ് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത്. അപ്പോൾ ദൈവത്തെ വിടിയരുത് എന്നുള്ളതാണ് ഏറ്റവും ആദ്യം എനിക്ക് പറയാനുള്ളത്. അപ്പം തൊഴിൽ ലഭ്യത ഏറ്റവും ആവശ്യമുള്ള കാര്യമാണ് അല്ലേ. അപ്പം അതിനായിട്ട് എഫേർട്ട് ഇട്ടവർക്കായാലും അവർക്ക് നല്ലൊരു ചാൻസാണ് ഈ ഒരു പ്രാർത്ഥനയിലൂടെ കിട്ടാൻ പോകുന്നത്. അതുപോലെ സന്താന സൗഭാഗ്യം,
അതിന് ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. രാത്രി ജപിക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, വാരാഹി ദേവിയുടെ മന്ത്രമെന്ന് പറയുന്നത് നിദ്രാദേവി അല്ലെങ്കിൽ രാത്രി ദേവി എന്ന് അറിയപ്പെടുന്നത് കൊണ്ട് തന്നെയും രാത്രി ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ രാത്രി ജപിക്കുന്ന മന്ത്രം അത്രയും ശക്തിയാണ്. നിങ്ങൾക്ക് ആ ഒരു സമയം ജപിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടബിൾ ടൈം ഏതായാലും പ്രശ്നമില്ല കേട്ടോ. അപ്പോൾ ഞാനീ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് മനസ്സിൽ ധ്യാനിക്കുക. ഇപ്പോൾ അശുദ്ധമായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിൽ ധ്യാനിച്ചാൽ മതിയാവും. പിന്നെ കുട്ടികളുടെ ഉയർച്ച, അതിങ്ങനെ എപ്പോഴും പറയാനുള്ള കാര്യമാണ്. അതായത് ചില കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര വാശിയുണ്ടാവും, പഠിക്കാനൊരു ഇഷ്ടമില്ല, പിന്നെ അതുപോലെ പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധയുണ്ടാവില്ല, ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞാലും അവർക്ക് പരീക്ഷയിലത് വരില്ല. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ അസുഖങ്ങളുമായിട്ട് ഇങ്ങനെ രോഗശമനം, അതിനൊക്കെ ഏറ്റവും ഉത്തമമായിട്ടുള്ള മന്ത്രമാണ്. ഏതാ മന്ത്രം എന്ന് പറയാം. കൂടെ ജപിക്കുക. 21 തവണ അല്ലെങ്കിൽ 108 തവണയാണ് ജപിക്കേണ്ടത്. ഓം താരുണ്യേ നമഃ. ഓം വിശ്വേശ്വരിയേ നമഃ. 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 ഓം
तारुण्यै नमः। ॐ विश्वेश्वर्यै नमः। ॐ 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 तारुण्यै नमः। ॐ विश्वेश्वर्यै नमः।